കഥ പറയുന്നു മദീനത്തെ പള്ളി. അറിയൂ പെരുന്നാൾ പോലൊരു പൊലിമത്തരും വെള്ളി. അനുരാഗ കഥ പറയുന്നു മദീനത്തെ പള്ളി. അറിയൂ പെരുന്നാൾ പോലൊരു പൊലിമത്തരും വെള്ളി. അന്നൊരു ചെറുതടിയുടെ ഉള്ളാകെ പുള്ളി. ആരോരു മണ്ണ് പൊഴിച്ചു കണ്ണീരിൻ തുള്ളി, കണ്ണീരിൻ തുള്ളി. അനുരാഗ കഥ പറയുന്നു മദീനത്തെ പള്ളി. അറിയൂ പെരുന്നാൾ പോലൊരു പൊലിമത്തരും വെള്ളി. അന്നൊരു ചെറുതടിയുടെ ഉള്ളാകെ പുള്ളി. ആരോരു മണ്ണ് പൊഴിച്ചു കണ്ണീരിൻ തുള്ളി, കണ്ണീരിൻ തുള്ളി. അൻസാരികളോടൊപ്പം ആഹ്ലാദത്തിൻ ഗിരിനിര കയറി ആശിഖായി മാറിയിട്ട് അനുപമ സൗഭാഗ്യത്തിൽ തിരുനബിയുടെ കരലാളന തഴുകി താങ്ങായി മാറിയിട്ട് മെല്ലെ മെല്ലെ ദുഃഖാതുമത ഒരു തേങ്ങൽ കേൾക്കുന്നു. കാലം കഴിച്ചിടവേ അത കാര്യം മാറി മറിയുന്നു. കൗതുകാനബിക്ക് പുതിയൊരു മിമ്പർ പള്ളിയിലെത്തുന്നു. ആരും കണ്ടില്ല നേരം തടിവാടിയത്. ആരോട് പറഞ്ഞിടുവാനാണീ മനസ്സ് വിങ്ങിയത്. ഇരുലോക നേതാവിൻ്റെ സ്പർശനമിനിയില്ല. ഇതിലേറെ വേദനയെന്താ ഇനി വരുവാനില്ല. അനുരാഗ കഥ പറയുന്നു മദീനത്തെ പള്ളി. അറിയൂ പെരുന്നാൾ പോലൊരു പൊലിമത്തരും വെള്ളി. അന്നൊരു ചെറുതടിയുടെ ഉള്ളാകെ പുള്ളി. ആരോരു മണ്ണ് പൊഴിച്ചു കണ്ണീരിൻ തുള്ളി, കണ്ണീരിൻ തുള്ളി. ജുമുഅക്കായി ഗുരുനബിയാ പുതുമിമ്പർ കയറി ഖുത്ബ തുടങ്ങി. സന്തോഷമേറിയിട്ട് ജനമെല്ലാം തിരുവധരം ഇട്ടുതിരും മൊഴിയിൽ ഇമച്ചിമ്മാതെ ഈമാനിലാശയിട്ട് മെല്ലെ മെല്ലെ ദുഃഖാതുമത ഒരു തേങ്ങൽ കേൾക്കുന്നു. ഇല്ല ഇല്ല ഒരാളുമേ അന്നേരം അവിടെ കരയുന്നു. മെല്ലെ മെല്ലെ ദുഃഖാതുമത ഒരു തേങ്ങൽ കേൾക്കുന്നു. ഇല്ല ഇല്ല ഒരാളുമേ അന്നേരം അവിടെ കരയുന്നു. അകലേക്കു ചാരി വെച്ച തടിയിൽ നിന്നാണ് ആരംഭനബിയുടെ കൈവിട്ടതിൻ്റെ നോവാണ്. കാരുണ്യക്കേദാരം നബിയുടനെ തലോടുന്നു. കരയേണ്ട സ്വർഗ
സ്വർഗത്തിൽ നീ ഉണ്ടെന്നുരയുന്നു. അനുരാഗ കഥ പറയുന്നു മദീനത്തെ പള്ളി. അറിയൂ പെരുന്നാൾ പോലൊരു പൊലിമത്തരും വെള്ളി. അനുരാഗ കഥ പറയുന്നു മദീനത്തെ പള്ളി. അറിയൂ പെരുന്നാൾ പോലൊരു പൊലിമത്തരും വെള്ളി. അന്നൊരു ചെറുതടിയുടെ ഉള്ളാകെ പുള്ളി. ആരോരുമന്ന് പൊഴിച്ചു കണ്ണീരിൻ തുള്ളി.